വെൽക്കം ടു ലേൺ പ്രോഗ്രാമിംഗ് ഇൻ മലയാളം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് ഗോലാങ്ങിലെ സ്ട്രക്ചറിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ സ്ട്രക്ട് എന്ന് പറയുന്നത് നമ്മൾക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഗ്രൂപ്പോ ഒരു ഡാറ്റേനെ ഒരു സെറ്റ് ഓഫ് ഡാറ്റേനെ ഗ്രൂപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും പറയാം, അതായത് യൂസർ ഡിഫൈൻഡ് ഒരു ഡാറ്റ ടൈപ്പ് നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് സ്ട്രക്ട് എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ അതിൻ്റെ ഡിക്ലെയർ ചെയ്യുന്ന സിൻടാക്സ് നമുക്ക് ആദ്യം നോക്കാം. ആദ്യം നമ്മൾ ടൈപ്പ് എന്ന് പറയുന്ന ഒരു കീവേഡ് കൊടുക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കൊടുക്കേണ്ടത് നമ്മുടെ ഈ ഒരു സ്ട്രക്റ്റിൻ്റെ നെയിമാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു എക്സാമ്പിളിൽ കൊടുക്കാൻ പോകുന്ന നെയിം എന്ന് പറയുന്നത് പേഴ്സൺ എന്ന് പറയുന്ന ഒരു പേര്. അപ്പോൾ ഈ പേര് ഗോലാങ്ങിലെ ഒരു കീവേഡൊന്നുമല്ല, നമുക്ക് എന്ത് നെയിം വേണമെങ്കിലും കൊടുക്കാം. നിങ്ങൾ വേരിയബിളിനൊക്കെ പേര് കൊടുക്കുന്ന പോലെ ഒരു പേര് കൊടുക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞൊരു സ്പേസ് ഇട്ടിട്ട് സ്ട്രക്റ്റ് എന്ന് പറയുന്ന കീവേഡ് കൊടുക്കുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മളൊരു ബ്രാക്കറ്റ്, അതായത് കേളി ബ്രാക്കറ്റ് കൊടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്താണ് ഈ ഒരു സ്ട്രക്റ്റിൻ്റെ ഫീൽഡുകൾ അല്ലെങ്കിൽ റെക്കോർഡ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കൊടുക്കുന്നത്. നമ്മൾ ഒരു റിയൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പേഴ്സണിന് നോർമലി ഒരു നെയിം ഉണ്ടാവാം. അപ്പോൾ ആ നെയിം എന്ന് പറയുന്ന ഫീൽഡിൻ്റെ പേരാണ്. അപ്പോൾ അതിൻ്റെ ഡാറ്റ ടൈപ്പ് നമുക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഗോയിലെ എല്ലാത്തിലും നമുക്ക് ഡാറ്റ ടൈപ്പ് കൊടുക്കണം. ഈ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ നെയിം എന്ന് പറയുന്നത് യൂഷ്വലി സ്ട്രിങ് വാല്യൂസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നെയിമിന് നമ്മൾ സ്ട്രിങ് കൊടുക്കുന്നു. അപ്പോൾ അത് കൂടാതെ ഏജ് കൊടുക്കുന്നു. അപ്പോൾ ഏജ് നമ്മളൊരു ഇൻറ്റ് വാല്യൂ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്കിവിടെ അങ്ങനെ ഒരു കോമയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. നെക്സ്റ്റ് ലൈനിൽ വെറുതെ ഡിക്ലെയർ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്ട്രക്ചർ നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാര്യം യൂസ് ചെയ്യണം. ഇത് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യും, അതിലേക്ക് വാല്യൂ അസൈനിങ് നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിവിടെ ആദ്യം P1 എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ഉണ്ടാക്കുന്നു. അപ്പോൾ അത് person1 എന്ന് പറയുന്ന ഒരു വേരിയബിളാണ്. അപ്പോൾ അതിൽ ഈ ഒരു പേഴ്സണിൻ്റെ നെയിമും ഏജുമാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ഈ ഒരു പേര് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന പേര് ഇവിടെ കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം ഒരു ബ്രാക്കറ്റാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഈ രണ്ട് വാല്യൂസ് നെയിം പിന്നെ ഒരു വാല്യൂ നമുക്കിവിടെ കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് കൊടുക്കാവുന്നത് ഏജ് എന്ന് പറയുന്ന അതിൻ്റെ വാല്യൂവും കൂടി കൊടുക്കണം. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു ഡാറ്റ ഇനിഷ്യലൈസിങ് പാർട്ട് കംപ്ലീറ്റ് ആവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തിട്ട് അതിലേക്കൊരു ഡാറ്റ കൊടുക്കുന്നത്. ഇപ്പോൾ ഈ വന്നിരിക്കുന്ന എറർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡാറ്റ എവിടെയും ഈ P1 എന്ന് പറയുന്ന വേരിയബിൾ എവിടെയും യൂസ് ചെയ്യാത്തതുകൊണ്ടുള്ള എററാണ്. അപ്പോൾ അത് നമുക്കിവിടെ പ്രിൻറ്റ് ചെയ്യുമ്പോൾ അത് മാറുന്നതായിരിക്കും. ഇപ്പോൾ ഗോയിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണത്. നിങ്ങളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ട് അത് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ കോഡ് കമ്പൈൽ ആവുന്നതല്ല. അപ്പോൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ P1 എന്ന് പറയുന്നത് നമുക്കിവിടെ പ്രിൻ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഇപ്പോൾ ഈ നെയിം എന്ന് പറയുന്ന ഒരു ഫീൽഡ് മാത്രം ആയിട്ട് ആക്സസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഡോട്ട് നൊട്ടേഷൻ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ P1 ഡോട്ട് നെയിം എന്ന് പറയുന്നത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ നെയിം എന്ന് പറയുന്ന ഒരു ഫീൽഡ് മാത്രമായിട്ട് ആ റെക്കോർഡിനെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് ഫീൽഡ് മാത്രമേ നമുക്കിതിൽ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കൊരു റെക്കോർഡിനൊരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ ആ സ്ട്രക്ചറാണ് ഇവിടെ ശരിക്കും സ്ട്രക്റ്റിൽ ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് വെച്ച് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുന്ന ഏത് വേരിയബിൾ ആണെങ്കിലും അത് ആ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിൽ നിങ്ങൾക്ക് എത്ര വേരിയബിൾസ് അല്ലെങ്കിൽ എത്ര സ്ട്രക്ചർ എന്തോരം വേണമെങ്കിലും നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പുതിയൊരു വേരിയബിളിൽ നമുക്ക് വേറൊരു പേഴ്സണെ ആഡ് ചെയ്യണമെങ്കിൽ കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിലുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എംപ്റ്റി ആയിട്ടും ഈ ഒരു സ്ട്രക്ചറിനെ ഇനിഷ്യലൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഇവിടെ
ഇവിടെ P2 നമ്മൾ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കോഡിന് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇവിടെ നമുക്കൊരു സ്പേസും ഒരു 0 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗോയിൽ വേരിയബിൾസ് പഠിച്ച സമയത്ത് ആദ്യമേ പറഞ്ഞിരുന്നു, ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്തിട്ട് അതിന് വാല്യൂ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഏതാണോ അതിൻ്റെ ഒരു ഡിഫോൾട്ട് വാല്യൂ ആയിരിക്കും വരുന്നത്. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നെയിമിൻ്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് സ്ട്രിങ് ആണ്. അപ്പോൾ അതിൻ്റെ ഡിഫോൾട്ട് വാല്യൂ വരുന്നത് ഒരു എംപ്റ്റി സ്ട്രിങ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഒരു എംപ്റ്റി വാല്യൂ വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഏജ് എന്ന് പറയുന്ന വേരിയബിൾ ഇൻ്റ് ആണ്. അപ്പോൾ ഇൻറ്റിൻ്റെ ഡിഫോൾട്ട് വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഒരു 0 എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു സ്ട്രക്റ്റിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതിൻ്റെ അഡ്വാൻസ്ഡ് കുറേ കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് വഴിയെ പഠിക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച പോയിൻറ്റേഴ്സ് സ്ട്രക്റ്റിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ പോയിൻ്റർ യൂസ് ചെയ്യുന്നതിൽ വേറെ സിൻടാക്സ് വൈസ് വ്യത്യാസങ്ങളൊന്നുമില്ല. ഇപ്പോൾ പോയിൻ്റർ വേരിയബിൾ നമുക്ക് ഇവിടെ തന്നെ അസൈൻ ചെയ്ത് ഇനിഷ്യലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ ബേസിക്കായിട്ടുള്ള സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നതും അത് യൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ വലിയ വലിയ പ്രോഗ്രാംസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അഡ്വാൻസ്ഡ് കാര്യങ്ങൾ റിസർച്ച് ചെയ്ത് പഠിക്കുക. അതായിരിക്കും ഏറ്റവും നല്ല മെത്തേഡ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാം. ഓക്കെ.